പ്രതിപക്ഷം ഇപ്പോഴും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്നു. കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഹൈക്കോടതിയിൽ പരസ്പര വിരുദ്ധ കണക്കുകൾ കൊടുത്ത സർക്കാർ ഇപ്പോൾ കൈ കഴുകുകയാണെന്നും പറയുന്നു. വീരപ്പനെ പോലും തോൽപ്പിക്കുന്ന കൊള്ള നടന്നുവെന്ന് കെ മുരളീധരനും പരിഹസിച്ചു. പുറത്തു വന്ന കണക്ക് ശരിയല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പൊ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പൊ ആർക്കും പങ്കില്ല എന്ന് പറയണം. പിന്നെ ഇത് ആരാ നടത്തിയത്? എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ്. നിങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ. അയ്യപ്പ സംഗമത്തോടുകൂടെ ദേവസ്വം വേണ്ട കാശും കൊണ്ടുപോയി. ഒരുപക്ഷെ വീരപ്പൻ ഇവരെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കും. അദ്ദേഹത്തിനെ പോലും തോൽപ്പിച്ചു. ഇത് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ട് കൊള്ള നടത്തുക. അതുകൊണ്ട് വാസവൻ രാജിവെക്കണം. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. എല്ലാറ്റിനും കൃത്യമായി കയ്യും കണക്കും ഉണ്ടാവും. കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ പൂർണ്ണമായ രൂപം വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സൈഫ്, ദേവസ്വം ബോർഡും അതുവഴി സർക്കാരും വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു സംഭവത്തിൽ ഇപ്പോൾ CPMന്റെ വിശദീകരണം നേരത്തെ രാവിലെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എത്ര കണ്ട് തൃപ്തികരമായ ഒന്നാണ്. ആ കണക്ക് പൂർണ്ണമായും ഇല്ലാത്തതാണ്. ഒപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ അലംഭാവമാണ് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തിന് പുറത്ത് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എങ്ങനെ ഉണ്ടാകുന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമായിരിക്കും നൽകാൻ പോകുന്നത് ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡ് ഈ വിഷയം 17-ാം തീയതി ചേർന്ന ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഓരോ വിഷയങ്ങൾ വാർത്തയായി വരുമ്പോൾ അതിനൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി പുറത്തു വന്നിട്ടുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. അതിന് ഓരോ പാർട്ടായിട്ട് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ വേണ്ടി 1 ലക്ഷം രൂപ ചെലവായി എന്നൊരു തരത്തിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പിന്നീടുള്ളത് കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിരുന്നത്. അതിന് 8 ലക്ഷം രൂപയായി എന്നാണ് ആ കണക്ക് സൂചിപ്പിക്കുന്നത്, ആ ഓഡിറ്റ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഒരു കലാപരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ സമീപിക്കുകയും ആ പരിപാടി അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അന്ന് അവർക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇഷാൻ ദേവിനെ സമീപിച്ചത്. ഇഷാൻ ദേവിൻ്റെ കൂടെയുള്ള 25 ടെക്നീഷ്യന്മാർ, അല്ലാതെ സഹായികളായിട്ടുള്ള 10 പേർ, അതിൻ്റെ ബാക്കി സജ്ജീകരണങ്ങളെല്ലാം കൂടി 5 ദിവസത്തെ ചിലവ്, റിഹേഴ്സൽ അടക്കം 5 ദിവസത്തെ ചിലവുണ്ടായിരുന്നു. അങ്ങനെ 8 ലക്ഷം രൂപ അതിനുവേണ്ടി ചിലവായി. ആ 8 ലക്ഷം രൂപ ചിലവായതിനപ്പുറം മറ്റൊരു ചിലവും ഉണ്ടായിട്ടില്ല. ഈ 8 ലക്ഷം രൂപയുടെ കണക്ക് അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തതായി ബില്ലുണ്ടാക്കി എന്ന് പറയുന്ന വാർത്ത അത് വസ്തുതാവിരുദ്ധമാണെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ വന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പണം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ വൗച്ചറോ അല്ലെങ്കിൽ ബാങ്ക് ഇടപാട് രേഖകളോ ഉണ്ടായിരിക്കേണ്ടതാണ്. അതൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ട് അവർ വിശദീകരിക്കുന്നത് 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്ക്, 1 കോടി രൂപ കേരള ബാങ്കും തന്നിട്ടുണ്ട്. അത് 1 കോടി രൂപ അദാനി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 കോടി രൂപയാണ് സ്പോൺസർഷിപ്പായി ലഭിച്ചത്. അത് ആദ്യം ദേവസ്വത്തിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ദേവസ്വത്തിൽ ഒരു ഹെഡുണ്ട്. ആ ഹെഡ് റിലീജിയൻസ് ആൻഡ് റിലീജിയസ് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി, അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് പണം എടുക്കാം, പിന്നീട് തിരിച്ചടച്ചാൽ മതി. ആ ഹെഡിൽ നിന്ന് 3 കോടി രൂപ എടുത്തിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് സ്പോൺസർഷിപ്പ് മുഖേന ആ തുക തിരികെ ലഭിച്ചപ്പോൾ അത് തിരികെ അടയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണമായി കാണാൻ കഴിയുന്നത്.